അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാഗർകോവിൽ ഭാഗത്തേക്ക് നമ്മൾ, അതായത് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നേരത്തെ വന്ന നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് കണ്ടത്. അപ്പോൾ അതേ പാതയുടെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെയിൽവേ ലൈനാണ്, ഇത് റെയിൽവേ ലൈനാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. വണ്ടിയിലേക്ക് കയറുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്പീഡോമീറ്റർ വർക്കിംഗ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ സ്പീഡോമീറ്ററൊക്കെ അടിച്ചു പോയി. സ്പീഡോയും പോയി, ഓടോയും പോയി. ചെക്കൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മളത് കാരണം ഏകദേശം 1,30,000 ഒക്കെ കഴിഞ്ഞു കിലോമീറ്റർ. എന്നാലും എണ്ണം പുലിയാണ്. 85 വേണേൽ 85 കയറുകയും ചെയ്യും. 83 കമ്പനി പറയുന്നത്. ഞാൻ ഇറക്കത്തി 85-90 ഒക്കെ അടിക്കും. അതേപോലെ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ രണ്ടാം ഭാഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് എവിടെ കൂടെ വഴി? എല്ലായിടവും വഴിയാണ്. നല്ല വിശാലമായ വഴിയാണല്ലോ. അടിപൊളി. അപ്പം നമ്മൾ നമ്മുടെ രണ്ടാം ഭാഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം ഭാഗം വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം പള്ളിയാടി ഭാഗത്ത് നിന്ന് നമ്മുടെ നാഗർകോവിൽ വരെ ആയിരിക്കും നമ്മൾ രണ്ടാം ഭാഗം ചെയ്യുക. അപ്പോൾ നമ്മൾ മൂന്നാം ഭാഗത്തിലായിരിക്കും നമ്മുടെ കന്യാകുമാരി സൈഡൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഈ മണ്ണ് കണ്ടപ്പോൾ ഇതേ കൂടെ ഒന്ന് വണ്ടി ഓടിക്കണമെന്ന് തോന്നി. എന്താണ് അവസ്ഥ എന്നറിയാനായിട്ട്. നല്ല ഉറപ്പുള്ള മണ്ണ് തന്നെയാണ് കേട്ടോ, കൊള്ളാം, നല്ല രസമുണ്ട്. അണ്ടർപാസൊക്കെ പണ്ടേ കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിറ്റ് ചെയ്ത് വെച്ചതാണോ അതോ വാർത്തെടുത്തതാണോ എന്നറിയത്തില്ല. എന്തായാലും അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നാർവേൽ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. എത്രത്തോളം നമുക്ക് ഈ റോഡിൽ കൂടെ തന്നെ പോകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ റോഡിൽ കൂടെ തന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും പരമാവധി ഇവിടെ കൂടെ തന്നെ പോകാൻ നോക്കാം. മുകളിലേക്ക് കണ്ടമാർ പാറ പൊട്ടിക്കുന്നുണ്ട്. സർവീസ് റോഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ സർവീസ് റോഡുണ്ട്. അപ്പോൾ അവിടെയും സർവീസ് റോഡ് ചെയ്യണമെങ്കിൽ അവർക്ക് പാറ പൊട്ടിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക ജോലികൾ ചെയ്തിട്ടേക്കുന്നു. ഇവിടം തൊട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. സൈഡ് വാളൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്, കോൺക്രീറ്റ് അല്ല സിമെൻ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ ഒരു മേൽപ്പാലം, അവിടെയും പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയ വർക്കുകളാണ്. ഇതൊന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഈ ഏരിയ കൂടെ പോകാൻ പറ്റിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം ഒരുപാട് ഏരിയയിൽ നമ്മൾ സർവീസ് റോഡ് എടുത്താണ് കഴിഞ്ഞ വീഡിയോയിൽ പോയത്. പക്ഷേ ഇവിടെ നമുക്ക് ആകെ 1-2 അടുത്ത് മാത്രമേ നമുക്ക് സർവീസ് റോഡ് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് നടുക്കൂടെ തന്നെ പോകാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ദൈവം സഹായിച്ച്. ഇനി മുന്നോട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കാം. മുന്നിൽ പണിയാണെന്ന് തോന്നുന്നു. ഈശ്വര ദൈവമേ, ഉറക്കം വരുന്നല്ലോ. എന്തുവായത്? രാത്രി അത്യാവശ്യം നല്ലപോലെ കിടന്ന് ഉറങ്ങിയതാണല്ലോ. ഞാനിപ്പോൾ ഈ ഓട്ടോ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലപോലെ കിടന്ന് ഉറങ്ങിയായിരുന്നു. രാവിലെ ഏർലി മോർണിംഗ് കന്യാകുമാരി എത്തണമെന്നായിരുന്നു പ്ലാന്. പക്ഷേ ഞാനതൊക്കെ മാറ്റിയിട്ട് ഞാൻ നേരെ എന്താ പറയുക, നമ്മുടെ ഇങ്ങോട്ട് പോയി. അതിൻ്റെ പേരെന്താ, കുറച്ച് ഉറങ്ങിയിട്ടൊക്കെയാണ്. ഒരു 9-9:30 ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഇവിടെയൊക്കെ തകൃതിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. കോൺക്രീറ്റിംഗ് ഒക്കെ ഇവിടം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മേൽപ്പാലമാണെന്ന് തോന്നുന്നു, അണ്ടർപാസ് എന്തോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ഇല്ല. അവിടെ നമുക്ക് സർവീസ് റോഡ് കയറേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ ആ കുത്ത് കയറ്റം നമ്മൾ കയറേണ്ടി വരും. അതൊരു കുത്ത് കയറ്റമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മിക്കവാറും ഇവിടുന്നേ അങ്ങ് ലെവൽ ചെയ്ത് ഒറ്റ നിരപ്പങ്ങ് ആക്കുമായിരിക്കും. ഇവിടെ ഈ താന്നു പോവല്ലേ, അവിടുന്ന് അതിനെ അങ്ങ് ഒറ്റ നിരപ്പായിട്ട് അങ്ങ് പൊക്കി അങ്ങ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ അതൊരു കുത്ത് കയറ്റം പോലെ ആയിരിക്കണം.
ഇവിടെ നമുക്ക് എന്തായാലും സർവീസ് റോഡ് കയറാം. എനിക്ക് എൻ്റെ വണ്ടീനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമില്ല. ആ കയറ്റം കയറാനുള്ള ആംബിയർ എൻ്റെ വണ്ടിക്കുണ്ടെന്ന് തോന്നുന്നില്ല. നോക്കാം, എന്നാലും പറ്റുമെങ്കിൽ അങ്ങ് കയറാം. നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റൂല. പക്ഷേ അതിൽ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്, വണ്ടികളൊന്നും പോയിട്ടുമില്ല എന്ന് തോന്നുന്നു. കയറി നോക്കണം, ചുമ്മാ ഒന്ന് കയറി നോക്കാം. ഈ എങ്ങാനും പോയാലോ? അല്ല പിന്നെ നമ്മുടെ അടുത്ത കളി. ഇവിടെ എന്തായാലും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കയറിയതുകൊണ്ട് ഇവിടുത്തെ വഴിയും തെളിഞ്ഞു. അതെന്തായാലും നന്നായി, ലാഭമായി പോയി. സർവീസ് റോഡ് കയറണ്ടല്ലോ. ഇതാണ് നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ശരിക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതുവഴി കടന്നു വരാൻ പറ്റി. ഇതൊക്കെ നമ്മുടെ L&T ചെയ്ത സ്ഥലങ്ങളാണ്. പിള്ളേർ സൈക്കിളൊക്കെ ഓടിച്ച് നടക്കുന്നുണ്ട്. മിക്കവാറും ഇവിടെ മുന്നിൽ പോകാൻ പറ്റൂലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പുറത്തോട്ട് കയറണം, എവിടെയെങ്കിലും അപ്പുറത്തോട്ട് കയറാൻ വഴിയുണ്ടോ? ഇത് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ നമ്മുടെ കയറാൻ പറ്റാത്ത ടൈപ്പ് ഡിവൈഡറൊക്കെ ഉണ്ടല്ലോ. ഡിവൈഡറൊക്കെ ഒന്നെങ്കിൽ അണ്ണന്മാർ പൊട്ടിച്ച് വെക്കും, ഇല്ലെങ്കിൽ അണ്ണന്മാർ അവിടെ ഇതുപോലെ എന്തെങ്കിലും മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കും. നാഷണൽ ഹൈവേ നൈസായിട്ട് ഡിവൈഡർ പണിത് വെക്കും. അണ്ണന്മാർ നൈസായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണിട്ട് വഴിയാക്കി വെക്കും. ഞാനിപ്പോൾ ഇതൊരു പണി കഴിയാത്ത റോഡായതുകൊണ്ടും ഇവിടെ പണി തീർന്നിട്ടില്ല. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നൊന്ന് ചുറ്റിയ സ്ഥലം ഓർക്കുന്നോ? എനിക്കത് എനിക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തോട്ട് ചാടിയത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പെട്ടുപോയതാ. അയ്യോ, ഏതോ ഒരു പാവം പട്ടി, അതിനെ ആരോ കൊണ്ട് ഉപേക്ഷിച്ചതാണ്. കണ്ടിട്ട് ഏതോ നല്ല ഉന്നത കുലജാതനായിരുന്നു, പക്ഷേ പ്രായാധിക്യമായപ്പോഴത്തേക്കും അണ്ണനെ ആരോ ഉപേക്ഷിച്ച് മട്ടാണ് പാവം. എന്താ ചെയ്യാനാ, വളർത്താൻ കഴിയുന്നതിന് പിന്നെ വാങ്ങാൻ നിൽക്കരുത്. ഒരുമാതിരി ഫൗള് പരിപാടി. ഇവിടെയും പാലത്തിൻ്റെ പണിയൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്. സൈഡിലെ വോളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വോളൊക്കെ സിമെൻറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നു. പാലം പിയറെല്ലാം ചെയ്ത് ഗർഡറൊക്കെ പ്ലേസ് ചെയ്ത് ഇനി നമ്മുടെ റോഡുമായിട്ട് മുട്ടിച്ചാൽ മതി. ഈ ഒരു എതിരെ ക്രോസ് ചെയ്ത് പോകുന്ന റോഡിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. അതാ നല്ല രീതിയിൽ ഇവിടെയൊക്കെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന റോഡാണ്, പക്ഷെ താഴെയൊക്കെ നല്ല തോതിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. നോക്കട്ടെ, ഇവിടെ കയറിയാൽ നിങ്ങളെ ആ വർക്കും കൂടെ കാണിക്കാൻ പറ്റുമല്ലോ. ഇവിടെ കയറി നിൽക്കാം. ഞാൻ വീഡിയോ ലെങ്ത് കൂട്ടാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, പട്ടി സാർ ഉറങ്ങുവാണല്ലോ. കിടന്നു, ഞാൻ ഒന്നും ചെയ്യൂല. ഇവിടെയൊക്കെ ഇവിടെ ഇനി ആ സൈഡിലായിട്ടാണ് ആ പാലം ഉള്ളത്. ഇവിടേക്ക് ഇനി വർക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മണ്ണൊക്കെ ഇടിച്ച്, ഈശ്വര, ആ റോഡുള്ള സ്ഥലമൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞൊക്കെ കിടക്കുകയാണ്. റോഡ് ഇടിഞ്ഞ് പോവുമോ? ഒരു സൈഡിൽ ചേർന്ന് പോവാം, അതാണ് നല്ലത്. അവിടെ കണ്ടില്ലേ, മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുക. ആ സാധനം അവിടെ ഒട്ടിച്ചേർന്നിരുന്ന മണ്ണാണ്, അതാണ് ഇളകിപ്പോയേക്കണേ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഒരു പടം എടുത്ത് വെച്ചേക്കാം, എന്തായാലും ഇത്ര നടന്നു വന്നല്ലേ. ഇവിടെ തിട്ടയൊക്കെ കിട്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അവർ. കവർ പിക്കിനൊരു പടം വേണമല്ലോ. ടാറ്റാ. ശരി, നോക്കുന്നു. വലതുവശം ചേർന്ന് പോവാം, വെറുതെ
ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന റോഡിന് ഐഡിയ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓക്കെ, ഞാൻ എൻ്റെ സ്റ്റാൻഡ് എടുത്തോ ഇല്ലയോ എന്നൊന്ന് നോക്കിയതാണ്. സ്റ്റാൻഡ് എടുത്തിട്ടില്ലെങ്കിൽ അത് റിസ്ക് അല്ല. അപ്പം നമ്മൾ വീണ്ടും 4 വരി പാതയിലോട്ട് കയറി. ഈ ഒരു ഏരിയ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഇതുവഴി പോകാൻ പറ്റിയില്ല. ഇപ്രാവശ്യവും ഇത് തന്നെ അവസ്ഥ. അപ്പുറത്ത് അവിടെ മുന്നിൽ മണ്ണിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും വണ്ടി പോകുന്ന സർവീസ് റോഡ് വഴി കയറി പോകാം. 2 വഴിക്കും വണ്ടി പോകുന്നുണ്ട്. അങ്ങേര് ഇടത്തോട്ട് പോയിട്ട് അങ്ങേര് വലത്തോട്ട് പോയി. അപ്പോൾ നമുക്ക് വലത്തോട്ട് തന്നെ പോകാം. എന്തോടെ വണ്ടി പഠിക്കുവാണോടെ? 2 എണ്ണം വണ്ടി പഠിക്കുവാന്ന് തോന്നുന്നു. അവിടെ എന്തായാലും നമുക്ക് വണ്ടി കൊണ്ടുപോകാനൊക്കത്തില്ല. പിന്നെ വെറുതെ നമ്മൾ ഇതുവഴി പോകുന്നതന്നെ നല്ലത്. ഇതൊക്കെ ഏകദേശം എരണിയിൽ ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എരണിയിൽ ആവാറാവുന്നു. ഇനി മറ്റേ നമ്മുടെ LC ഒക്കെയുള്ള ലെവൽ ക്രോസ് ഒക്കെയുള്ള സ്ഥലമൊക്കെ വരും. ഇനി LC ഉള്ള സ്ഥലമൊക്കെ ഇനിയാണ് വരുന്നത്. LC അല്ല, സോറി, തെറ്റി. നമ്മുടെ ടോൾ ബൂത്ത് എല്ലാ ലെവൽ ക്രോസാണ് എനിക്ക് വായി വരുന്നത് മൊത്തം. എന്താണോ എന്തോ ഇന്നത്തെ ദിവസം മൊത്തം വായി വരുന്നത് ലെവൽ ക്രോസ്. ഇവിടെ അടിപൊളിയായിട്ടൊരു പാലമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടൊന്ന് മുട്ടിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ സൈഡിൽ റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ റോഡാണ്, കോൺക്രീറ്റ് ചെയ്തതാണ്. ഇപ്പുറത്ത് കാണുന്നത് പഴയ റോഡാണ്. ഇത് പഴയ റോഡ്, അപ്പുറത്ത് പുതിയ റോഡ്. പഴയ റോഡ് പുതിയ റോഡ് കോൺക്രീറ്റ് ചെയ്ത് തീർത്ത് വെച്ചിരിക്കുകയാണ് അവിടെ. അവിടെ കാണാം, അവിടെ ഒരു പാലം പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, 1,30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയും കൊണ്ടാണ് ഈ കുന്നും മലയൊക്കെ കയറുന്നത്. പക്ഷെ വണ്ടി എനിക്ക് ഇപ്പോഴും കൊടുക്കാൻ ഒരു മനസ്സ് വരുന്നില്ല. കാരണം ആളെപ്പോഴും പുലിയാണ്. നമ്മൾ പ്രോപ്പർ സർവീസ് ചെയ്യുന്നതിൻ്റെ ഗുണമാണ്. ജൂപ്പിറ്ററാണ് വണ്ടി. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നതുകൊണ്ട് ആൾ ഇതുവരെ പണി തന്നിട്ടില്ല. ഇന്നലെ ഞാൻ പിന്നെ കാറ്റൊക്കെ നല്ലപോലെ ഒന്നുകൂടെ അടിച്ച് ഫുൾ നൈട്രജനൊക്കെ അടിച്ച്, കാരണം ഇത്രയും ലോങ് പോകുന്നതല്ലേ, അപ്പം കാറ്റെല്ലാം അടിപൊളിയായിട്ട് ചെക്ക് ചെയ്ത് ഇന്നലെ ഓയിലൊക്കെ മാറി അങ്ങനെ സെറ്റായിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇതും ഒരു പാലമാണ്, നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ സർവീസ് റോഡ് കയറി അപ്പുറത്തോട്ട്. അത് ഈ വഴിയോ? ഇവിടെ വഴിയുണ്ടോ നോക്കാം. ഓപ്പണായിട്ട് കിടക്കുമായിരുന്നു, അതാണ് ഞാൻ കയറിയത്. വഴിയുണ്ടെന്നാണ് തോന്നുന്നത്, നോക്കാം. ഈ ഏരിയ ഒന്നും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെയൊക്കെ മണ്ണൊക്കെ ലെവൽ ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നു. ആ സൈഡിൽ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ ലെവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചേട്ടൻ അവിടെ എല്ലാം ഉറപ്പിക്കാനായിട്ട് പോകും. ബൈക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വഴിയുണ്ട്. അപ്പോൾ ഇവിടെയും ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇട്ട ഗ്രാവലുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അണ്ടർപാസും ഒരു വെള്ളം ഒഴുകാനുള്ള ചാലും അടുത്തടുത്ത്. മൊത്തം വേസ്റ്റ് തങ്ങിക്കൂടി നിൽക്കുക. എനിക്ക് അവിടെ എന്തോ ഒരു കട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇത്രയും വേസ്റ്റ് കിടക്കാൻ കാര്യം. അവിടെ വെച്ച് അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്ഥലം നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്. കാരണം ഒരു 2 പാലം മാത്രമായിട്ട് നടുക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലം.
ഇവിടെ എല്ലാം ഇനി പൊക്കി കെട്ടാനുള്ളതാണ്. ചേട്ടൻ പുറകോട്ട് പോന്നു, ഞാൻ മുന്നോട്ട് പോന്നു. ഹള്ള പിന്നെ നോക്കാം എന്തുമാത്രം നമുക്ക് ഇതുവഴി തന്നെ പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ദേ 2 പാലങ്ങൾ, പിയറും നമ്മുടെ ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മയെ കുഴി എവിടെ കൂടെ പോവും? നടുക്കൂടെ പിടിച്ച് പോയിട്ട് കാര്യമില്ല, അവിടെ കുഴിയാണ്. നടുക്കൂടെ പിടിച്ച് തന്നെ പോവാം. ഇല്ല അവിടെ ചെന്നാ കുഴി വീണേനെ. അമ്മേ ഈശ്വര, അടിപൊളി. അവിടെ എന്തോ സർവേ ഒക്കെ നടക്കുന്നുണ്ട്. എതിരെ ബൈക്കൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടൊരു കോൺഫിഡൻസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ. ഇല്ലെങ്കിൽ അമ്മമാരെ വിളിച്ച് നിർത്തിയിട്ട് ചോദിച്ചാൽ എങ്ങോട്ടാടാ പോകുന്നത്, ആരടാ നീ, ആരെയാണ് നീ, നിനക്ക് എന്ത് വേണം എന്നെങ്ങാനും ചോദിച്ചാലോ. ഇവിടെയൊക്കെ ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നു പ്രകൃതിയായിട്ട്. ഇവിടെയെങ്കിലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ റോഡ് വല്ലാതായിരുന്നു. ആ ഒരു ചെളി കുളമായിട്ട് കിടന്ന സ്ഥലങ്ങളായിരുന്നു ഇവിടെയൊക്കെ. പക്ഷേ ഇവിടം തൊട്ട് നമ്മൾ സൈഡിൽ കൂടെ ആയിരുന്നു പോയത്, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങോട്ട് എന്താണ് അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. ആകെയുള്ള പ്രാർത്ഥന ടയറിന് പണിയിട്ടരുത് എന്ന്. ഏതോ ഭാഗത്ത് റോഡൊക്കെ തുറന്നു കൊടുത്തെന്നാണ് ഞാൻ കേട്ടത്. ഏത് ഭാഗമാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ മൊത്തം പോവല്ലേ ഇന്ന് തന്നെ, അതുകൊണ്ട് നമുക്ക് അറിയാം എവിടെയാണെന്ന്. മിക്കവാറും എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ കൺസ്ട്രക്ഷൻ്റെ ആ ഒരു ലെവൽ വെച്ച് എനിക്കൊന്ന് നമ്മുടെ കന്യാകുമാരി നാറുവിലാവാനേ വഴിയുള്ളൂ തുറന്നു കൊടുത്തത്. അതുവഴി പോയാൽ അവിടെ തീരും റോഡ്. അതുകൊണ്ട് നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുക്കുന്നു, ഇവിടുന്ന് റൈറ്റ് എടുക്കുന്നു. ആഹാ, കോൺക്രീറ്റിംഗ് ഒക്കെ നടക്കുകയാണല്ലോ അടിപൊളിയായിട്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ കൂടെ തന്നെയാണ് പോയത്. ഈ ടാറ്റയുടെ സാധനമൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഈ ക്രെയിനൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടോൾ ബൂത്താണ്. ഞാൻ നേരത്തെ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ ടോൾ ബൂത്ത്, അതായത് എനിക്ക് ടോൾ ബൂത്തിന് വരെ വായിൽ വന്നത് ലെവൽ ക്രോസിനാണ്. ഇവിടെ എല്ലാം പുതിയ സ്പാനുകളൊക്കെ അവർ വാർത്ത് റെഡിയാക്കുന്നുണ്ട്. പുതിയ പിയറുകളൊക്കെ, പിയർ വേണ്ടെന്ന് തോന്നുന്നു. ഇത് മേൽപ്പാലം ഇവിടെ ഫുള്ള് എലിവേറ്റഡ് ആയിട്ട് തന്നെ പോകുന്ന എനിക്ക് തോന്നുന്നു, ലക്ഷണം കണ്ടിട്ട്. നമുക്ക് ലെഫ്റ്റിൽ കൂടെ പോകാം. ഇവിടെയൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം റോഡിൽ കൂടെ പോകാൻ പറ്റാത്ത ഇതായിരുന്നു. ഇവിടെ എല്ലാം മണ്ണും ചെളിയൊക്കെ. നമ്മൾ വന്ന ആ റോഡ് വഴിയും കണ്ട നമ്മൾ പോയത്. അതോ ഈ സൈഡിൽ കൂടെയാണെന്ന്, ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിരുന്നത്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നല്ല തോതിൽ പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടായിരുന്നു, ഞാനതല്ലേ ആലോചിച്ചു എന്തോന്നാ പടപടാന്ന് സൗണ്ടെന്ന്. എൻ്റെ സ്കൂട്ടറിന് അത്രയും വൃത്തികെട്ട സൗണ്ടായോ എന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി തന്നെ പോയത്. പക്ഷേ ഇവിടെ അത്യാവശ്യം വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലെവൽ ക്രോസിൻ്റെ ഏരിയയിലോട്ട് പോവാണ്. ലെവൽ ക്രോസ് അല്ല, ടോൾ ബൂത്ത്. ഓക്കെ, ഇനി മാറത്തില്ല എന്ന് വിശ്വസിക്കാം. അല്ല എന്ത് ചെയ്യാനാണ്, വിശ്വസിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഈശ്വര, ടോൾ ബൂത്ത് എവിടെ കാണുന്നില്ലല്ലോ. ഈ ഒരു
2 വളവും കൂടെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ടോൾ ബൂത്ത്. എന്നാലും എന്താണ് ടോൾ ബൂത്ത് വരാതെ എൻ്റെ വായിൽ ഈ ലെവൽ ക്രോസ് തന്നെ വരുന്നു? എന്തുകൊണ്ടാണ്? സംതിങ് സ്ട്രേഞ്ച്. അതെ TTKയുടെ വണ്ടി. TTKയുടെ ആണോ NHAയുടെ? TTKയുടെ ആണ്. ഇതൊക്കെ പണ്ട് നമ്മൾ കണ്ടുപരിചയതുകൊണ്ട് പറഞ്ഞാണ്. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. തൊണ്ടയും വയ്യ. ഈ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഇപ്പോൾ ഭയങ്കര തൊണ്ടയടപ്പാണ്. മുടിഞ്ഞ തണുപ്പല്ലേ രാവിലെ, ഭയങ്കര തൊണ്ടയടപ്പാണ് രാവിലെ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം റോഡിൽ കൂടെ പോകാൻ പറ്റിയിട്ടില്ല. നമ്മളിത് ആ സൈഡിൽ കൂടെ താഴെ വന്നത് ആ ലോറി നിൽക്കുന്നിടത്ത് വന്ന് കയറുകയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ കൂടെ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ റോഡെല്ലാം പണിതത് മറ്റവരാണ്, നമ്മുടെ LNTക്കാർ പണിത റോഡാണ്. ഇവിടെ എല്ലാം നമുക്ക് കാണാം, അടിപൊളിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ടോൾ ബൂത്ത്, യെസ്, ടോൾ ബൂത്ത് കണ്ടിരിക്കുന്നു ഗൈസ്, ടോൾ ബൂത്ത് കണ്ടിരിക്കുന്നു. എൻ്റെ അമ്മേ, ഇവിടെ വരെ വന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റോഡിനെ കടന്നു പോകുമ്പോൾ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ ടവർ. അത്രയും ദൂരം ചെറിയ ടവർ വന്നിട്ട് ഇവിടെ വലിയ ടവർ വെച്ചതിൻ്റെ ഉദ്ദേശം അതാണ്. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ എനിക്കൊന്ന് ഇപ്പുറത്തൂടെ പോകാൻ പറ്റുമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴേ ഇവിടെ വീടായി. ടോൾ ബൂത്ത് ഹെഡ്. ടോൾ ബൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണന്മാരുടെ വീടാക്കി വെച്ചേക്കുക. TTKയുടെ വീടാണ് അവിടെ. ഇവിടെ മൊത്തം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുക. താൽക്കാലികമായിട്ട് ഓരോ ഷെഡുകൾ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഐശ്വര്യമായിട്ട് ടോൾ ബൂത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോവാം. ഇവരുടെ മെയിൻ്റനൻസ് ഏരിയ ആണ് ഇവിടെ. ലോറിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എവിടെയാണ്? അവിടെയൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നേരത്തെ നമുക്ക് ഇവിടെ കൂടെ പോകാമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവിടെ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. എല്ലാം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഓരോ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ എരണിയിലെത്തി. മറ്റേ ആ NHൻ്റെ അവിടെ നമ്മൾ കയറാൻ പോവാം. NH കയറുന്ന സ്ഥലം കുറച്ച് മുന്നിലായിട്ടുണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അപ്പുറത്തൂടെ പോയാൽ പക്ഷേ ഇവിടെ കൂടെയാണ്. അവിടെ വന്ന് നല്ല ബ്ലോക്കൊക്കെ കിട്ടിയായിരുന്നു. ഇതാണ് കാര്യം. ഇവിടെ പാലം പണി നടക്കുക. ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അപ്പുറത്തൂടെ പോകാൻ പറ്റാത്തത്. അവിടെ ആ വലിയ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വഴി പോകാൻ പറ്റും. നമുക്കും പോവാം. ആഹാ, നാഗർകോവിലിൻ്റെ മനോഹരമായ മലനിരകൾ കാണാം. മലനിരകൾ ഇനി അങ്ങോട്ട് ഈ റോഡ് തീരുന്നിടം വരെ ഏകദേശം നമുക്ക് മലനിരകൾ കാണാൻ പറ്റും. ഏറെക്കുറെ കന്യാകുമാരി എത്തിക്കഴിഞ്ഞാൽ കുറയും. ഈ റോഡൊക്കെ നമ്മുടെ പഴയ പണ്ട് നമ്മുടെ എന്താ പറയുക, കമ്പനിയുടെ പേരെന്തായിരുന്നു? LNT. LNTക്കാർ ചെയ്തിട്ടിട്ട് പോയ റോഡുകളൊക്കെ തന്നെയാണ് ഇതെല്ലാം. പക്ഷേ ഇതെല്ലാം ഒന്നിനി അടിച്ച് നനച്ച് തൂത്തെടുത്ത് പെയിൻ്റ് അടിക്കേണ്ടി വരും തുറന്നു കൊടുക്കുന്നതിന് മുന്നേ. ഇച്ചിരി നമുക്കൊന്ന് പാർപ്പിക്കാം.
അപ്പോൾ ഇവിടുന്ന് നമുക്ക് അപ്പുറത്തോട്ട് കയറണം, കാരണം ലോറി വന്നത് ആ വഴിയാണ്. ഇവിടെ പിന്നെ ആൾക്കാർക്ക് ഹെൽമെറ്റും വേണ്ട, ചെവിയിൽ ഫോണും കാണും, എല്ലാം ഒരുമാതിരി എന്താ പറയാൻ, ആരോട് പറയാൻ. പോലീസുകാർ തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കും ഇവിടെയൊക്കെ. പിന്നെയാണ് എന്നാലും ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ, ചില സ്ഥലങ്ങളിൽ ക്യാമറ ഉണ്ട്, അവിടെയൊക്കെ ആൾക്കാർ വെക്കുമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് കയറാൻ പോവാണ്. നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് നെയ്യാറ്റിങ്കര വഴി വരുന്ന ഒരു റോഡുണ്ടല്ലോ, തിരുവനന്തപുരം നെയ്യാറ്റിങ്കര, കളിക്കവിള, മാർത്താണ്ഡം, തക്കല വന്നിട്ട് ഇങ്ങനെ വരുന്ന റോഡുണ്ടല്ലോ, ആ റോഡിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. ഏകദേശം വെള്ളിക്കുറി കഴിഞ്ഞ ഭാഗത്താണ് നമ്മൾ കയറാൻ പോകുന്നത്, ആ റോഡിലോട്ട്. എൻ്റെ ഫേസ്ബുക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം. അയ്യോ, ഏതോ സൂപ്പർ ഫാസ്റ്റ് പോകുന്നു, ഏതായിരിക്കും അത്? 9-2-11, ചിലപ്പോൾ കന്യാകുമാരി, മറ്റേ ഇതായിരിക്കും, നമ്മുടെ ചെങ്ങന്നൂർ കന്യാകുമാരി ആയിരിക്കും. SPM ഇതേ അകത്തോട്ട് പോകുന്നു. 11 ആയുള്ളൂ, മറ്റേ വണ്ടി വരാനായിട്ട് 10 നമ്മുടെ ടാർഗറ്റ് വരാനായിട്ടില്ല. നമ്മുടെ ടാർഗറ്റ് ഇതാണ്, ഹൈദരാബാദ് വണ്ടിയാണ്. ഇത് അടുത്ത SPM, 2 SPM, എൻ്റെ അമ്മേ, 2 SPM പോകുന്നു. SPM കൊണ്ട് തോറ്റല്ലോ. SPM ഇപ്പോൾ തകർക്കുക എന്ന് പറഞ്ഞാൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് അവന്മാർ വണ്ടി ഇറക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വണ്ടി ഇറക്കുക, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഫേസ്ബുക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ ഫേസ്ബുക്കിൽ ഇതാണ് എൻ്റെ കവർ പിക്കായിട്ട് കിടക്കുന്നത്. ഈ സ്ഥലത്തെ ഒരു പടമാണ് കവർ പിക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ യാത്ര. സോറി, ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തി, ട്രബിൾ ചെയ്തതിന് സോറി. അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഇവിടം വരെ എത്തി. കഴിഞ്ഞ പ്രാവശ്യം എന്ത് പാടുപെട്ടാന്നറിയോ ഇവിടെയൊക്കെ എത്തിയത്, എന്തുമാത്രം നമുക്ക് വീഡിയോ, അതിൻ്റെ അകത്ത് ഞാനും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഡീവിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. പക്ഷേ അധികം ഡീവിയേഷനൊന്നും ഇല്ലാതെ ഒരുവിധം എല്ലായിടത്തും നമുക്ക് ഈ റൂട്ടിൽ കൂടെ തന്നെ വരാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെയും കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും നമ്മൾ ഇത്രയും പിന്നെ ഇത്രയും കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ അവർ ഇതാക്കിയിരിക്കുക, 1 വേ ആക്കിയിരിക്കുക, 2 റോഡിനെയും 1 വേ ആക്കി വിട്ടേക്കുക ഇവിടെ. അപ്പം നമുക്കിവിടം വരെ വന്നിട്ട് അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് പോകാം. അപ്പോൾ ഇവിടം വരെ ഇപ്പം റോഡ് ഉണ്ട്. ഡിഫൻഡർ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഇങ്ങേര നമ്മുടെ എന്തെന്നാ വിജയ് വസന്തിൻ്റെയാണ് ആ ഡിഫൻഡർ. വസന്താൻ കോയുടെ മുതലാളിയല്ലേ, ബടാ ടീമാണ്. അപ്പോൾ ആ റോഡ് ഇവിടെ വന്ന് കയറും. ഇവിടുത്തെ ഒരു കൺഫ്യൂഷൻ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്ന്. അപ്പം എന്തായാലും നോക്കാം. ഈ നല്ല മഞ്ഞ ടിപ്പർ, ഇവിടെയൊക്കെ ഇപ്പോൾ 1 വേ ആണ്. ഇത് സർവീസ് റോഡാണെന്ന് തോന്നുന്നു, മറ്റേത് മെയിനും. നമ്മുടെ എരണിയലിൽ പോകുന്ന ജംഗ്ഷൻ ഇതാണ്.
എരണിയിലുള്ള റോഡ് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ എല്ലാം ഇത് പുതിയ അപ്ഡേറ്റ് ആട്ടോ. ഞാൻ ഇതുവഴി പോയിട്ടേ ഇല്ല. അവിടം വരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കയറി ഇങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം ഇങ്ങോട്ട് കയറുക. ഇപ്പോൾ ഇത് പുതിയൊരു അപ്ഡേറ്റാണ്. ഇവിടെ ഈ റോഡ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ മറ്റേ റോഡ് എനിക്ക് തോന്നുന്നു ആ മേൽപ്പാലം തന്നെ ആയിരിക്കും. ഇനി നമുക്ക് റോഡിൻ്റെ സ്ഥലം കണ്ടുപിടിക്കണം. ആ പണി നടക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടുന്ന് മുന്നോട്ട് ഇടത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതാ ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് മൊത്തത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നടുക്കൂടെ 2 പാലം പോവും, അത് പൊങ്ങി അങ്ങ് പോവും. സൈഡിൽ കൂടെ 2 സർവീസ് റോഡ്. അപ്പം നമുക്ക് വണ്ടികൾക്കെല്ലാം ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഈ പഴയ റോഡിൽ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ബൈപ്പാസ് വഴി തന്നെ പോവാം. അപ്പോൾ അങ്ങനെ കുറച്ച് മുന്നിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്കൊന്ന് വീഡിയോ നിർത്തിയിട്ടൊന്ന് തുടങ്ങണം. എൻ്റെ ബാറ്ററി തീർന്നു ഒന്നും കൂടെ നോക്കണം. ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇത്രയും ദൂരം ഞാൻ ഓടിയത് വെറുതെ ആവത്തില്ല. ആഹാ, എന്താ മനോഹാരിത. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ബാറ്ററി തീരാറായിരുന്നു. കറക്റ്റ് ടൈമിന് നിർത്തി. ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച പോലെ ക്യാമറ ഓഫായിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരുന്നേനെ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധവും പറ്റിയായിരുന്നു. ബാറ്ററി തീർന്നു പോയത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു എൻ്റെ പഴയ ക്യാമറയിലായിരുന്നു. ഈ വീഡിയോ നമ്മുടെ പുതിയ ക്യാമറയിലാണ്. അപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം ഉണ്ടാവും. മറ്റേത് Insta360 ആയിരുന്നു, ഇത് DJI ആണ്. DJI Action 5 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ Insta360 ഒക്കെ വെച്ച് നോക്കുമ്പോൾ സൂപ്പർ സാധനം. Insta360യിൽ കുറച്ച് ആഡഡ് ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ അതാ ഈ ഏരിയയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൂടെ ഒക്കെ തന്നെ പോയത്. പക്ഷേ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നല്ല വീതിക്ക് സ്ഥലമൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലെവലിംഗ് വർക്കുകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് നല്ലപോലെ. അങ്ങനെ അണ്ണന് പൊടി പറത്തുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അണ്ണൻ പൊടിയും പറത്തി പോകും. അപ്പോൾ അതാ ഇത് പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡാണ്. അതുവഴിയാണ് നമ്മൾ പോകുന്നത്. ആഹാ, മലനിര മലനിരകൾ നമുക്ക് എപ്പോഴും വീക്ക്നെസ്സാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു മല ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ കൂടെ ഒക്കെ താഴെ കൂടെ ഒക്കെയാണ് പോയത്. പക്ഷേ ഇപ്രാവശ്യം എന്താ ലെവൽ ചെയ്ത് മുകളിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ലെയർ കോൺക്രീറ്റ് ചെയ്ത റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ പോകാം. കാരണം നമുക്ക് വണ്ടികൾ വരുന്നത് നമ്മൾ കണ്ടത് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ്. സോ മേ ബി ഇവിടെ ആയിരിക്കും വണ്ടികൾ പോകാൻ വഴിയുള്ളത്. പക്ഷെ പൊടിയടിക്കും, പ്രശ്നമില്ല. നമുക്ക് ഇതാണ് വിൻസ് കോളേജും സ്കൂളും. വിൻസ് സ്കൂൾ ഓഫ് എക്സലൻസ്. ഓക്കെ, പെട്ടെന്ന് കാറ്റിൻ്റെ ഗതി മാറിയല്ലോ. ഇപ്പോൾ ഇങ്ങോട്ടായി കാറ്റ്. നേരത്തെ കുറച്ചുകൂടി ഇങ്ങോട്ടടിക്കുന്നതാണ് തോന്നിയ പോലെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പ്രോപ്പർ നാഗർകോവിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു നാഗർകോവിൽ ടൗൺ സ്റ്റേഷൻ്റെ ഏരിയ വെച്ച് നമുക്ക് വീഡിയോ നിർത്താം. അവിടെ തൊട്ട്, അതായത് അവിടെ നിർത്തിയിട്ട് അവിടുന്ന് നമുക്ക് തേർഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയൊക്കെ ഇതൊക്കെ പുതിയ അപ്ഡേറ്റ്സ് ആണ്. കാരണം റോഡൊക്കെ നല്ലപോലെ ടാർ ചെയ്ത് സൈഡിൽ ഓടകളൊക്കെ പണിയുന്നു. നടുക്ക് നമ്മുടെ ഡിവൈഡറൊക്കെ നല്ല സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ പുതിയ അപ്ഡേറ്റ് ആണ്. ചേച്ചി ചാടുമോ? ഞാൻ പോയിട്ട് ചാടാം ചേച്ചി. ഓക്കെ, താങ്ക് യു ചേച്ചി.
ഇനി ലെഫ്റ്റിലോട്ട് പോകും. റോഡ് ഇതോ അവിടെ ഉണ്ട്. റോഡ് നമ്മുടെ അവിടെ നിന്ന് ഇനി വലത്തോട്ടങ്ങ് തിരിഞ്ഞു പോകും. ഇത് ഏകദേശം നമ്മുടെ പാർവതീപുരം ഏരിയ ആവുന്നു. പാർവതീപുരം ആവുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഇവിടെയൊക്കെ ഇതേ അണ്ടർപാസൊക്കെ നല്ല ചെയ്ത്, പക്ഷെ റോഡിൽ നല്ല ബ്ലോക്ക്. ഇതാ മറ്റേ തിരുനെൽവേലിയിൽ നിന്ന് വരുന്ന മറ്റേ ബൈപ്പാസ് റോഡാട്ടോ. തിരുനെൽവേലിയിൽ നിന്ന് വരുന്ന ബൈപ്പാസ് റോഡാണ്. വണ്ടികൾ കിടക്കുന്ന നോക്കി. അത് നമ്മുടെ പഴയ റോഡ്, നാറുവല്ലിലോട്ട് പോകുന്ന റോഡ്. നല്ല റോഡുണ്ടെങ്കിൽ നമുക്ക് പറപ്പിക്കാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. നല്ല റോഡുള്ളിടത്ത് നമുക്ക് സുഖമായിട്ട് പറപ്പിക്കാമല്ലോ. അവർ മിക്കവാറും ചാടാൻ സാധ്യതയുണ്ട്. അവിടെ കൂടെ പോകാൻ പറ്റുമോ നോക്കാം. വണ്ടികളൊക്കെ അപ്പുറത്തൂടെ ആയിരുന്നു വരുന്നത്. അഹങ്കാരമായോ? ഇല്ല, നോക്കാം. ഭൂമി ഉരുണ്ടതാണല്ലോ. അത് പുതിയ കോൺക്രീറ്റ് വല്ലതും ആണോ? അല്ല, പാലമല്ലേ, ടാറായിരിക്കുമല്ലോ. പാലമാണ്, ടാറാണ്. ഇതൊക്കെ ഫ്രഷ് ആയിട്ട് ടാർ ചെയ്തതാണ്. പാലമൊക്കെ നിർമ്മിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ടാർ ചെയ്ത ഏരിയാസാണ് ഇതൊക്കെ. ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്ത ഏരിയാസാണ്. റെയിൽവേ ലൈൻ, എൻ്റെ ഒമ്മ ഇപ്പോൾ പണിപാളി തരാം. റെയിൽവേ ലൈൻ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് മറ്റേ റോഡ് അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ ലൈൻ വന്നു നമ്മുടെ ഇവിടെ. ട്രെയിൻ വല്ലതും വരുന്നുണ്ടോ ഇനി? സമയം എത്രയും മറ്റേ പാസഞ്ചർ വരാനുണ്ടല്ലോ. നോക്കട്ടെ, അപ്പുറത്ത് വല്ലതും കിട്ടിയാൽ നല്ലതായിരുന്നു. കുറച്ചുകൂടെ മുന്നിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ TTKയുടെ, അതായത് ഈ കൺസ്ട്രക്ഷൻ ടീമിൻ്റെ ബേസ് ഇൻ ദ സെൻസ് അവരുടെ ലോറികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലം, അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. ഇവിടെ എന്തോ പാറ പൊട്ടിക്കുകയാണല്ലോ. പാറ പൊട്ടിക്കുകയല്ല, ഈ സാധനം വെക്കാനായിട്ട് അവർ കുഴി ഒഴിക്കുക. ഇവിടെ എല്ലാം അത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാധനം വെക്കാനുള്ള ഐറ്റം ചെയ്തിട്ടുണ്ട്. ഓ മൈ ഗാഡ്, എന്താ ഭംഗി നോക്ക് എൻ്റെ പൊന്നെ മോനെ, എന്താ ഭംഗി. ഓ മാരക. ഈ ഏരിയയാണ് ഹൈലൈറ്റ്. അവിടെ ആ ഏരിയയിലായിട്ടാണ് നമ്മുടെ നാറുവിൽ ടൗൺ സ്റ്റേഷൻ ഉള്ളത്. അടിപൊളി സ്ഥലമാണ്. ഇതെല്ലാം സൂപ്പർ സ്ഥലമാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എൻ്റെ പൊന്നളിയാണ്. അടാറ് സ്ഥലം, ഇഷ്ടപ്പെട്ട്. ഞാൻ മറ്റേ നമ്മുടെ TTKയുടെ ബേസ് എന്ന് പറഞ്ഞ സ്ഥലം ആവുന്നുണ്ട്. നോക്കാം, അതുവഴി കടന്നു പോകാൻ പറ്റും. ഇപ്പോൾ ഇത് ഈ ബൈക്കൊക്കെ കടന്നു വരുന്നുണ്ട്. സോ കടന്നു പോകാൻ പറ്റേണ്ടതാണ്. ട്രാക്ടറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. തമിഴ്നാടാണല്ലോ, തമിഴ്നാട്ടിലെ ട്രാക്ടറിൻ്റെ കളിയല്ലേ. ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം റോഡ് നല്ലപോലെ ഉണ്ട്. നമുക്ക് ഇങ്ങു വരെയും എങ്ങും റോഡല്ലാത്ത സ്ഥലത്തൂടെ നമുക്ക് പോകേണ്ടി വന്ന ആകെ ഒരു 100 മീറ്റർ സ്ഥലമാണ്. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ വെച്ച് നോക്കുമ്പോൾ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. നല്ലപോലെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. എന്നാൽ തീരാറായോ എന്ന് ചോദിച്ചാൽ തീരാറായിട്ടില്ല. ഇനിയും കൺസ്ട്രക്ഷൻ നടക്കാനുണ്ട്. 2-3 സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടല്ലോ. മറ്റേ പാലം നിൽക്കുന്നുണ്ട്. പക്ഷേ പാലം നമുക്ക് കാണാത്ത രീതിയിൽ മണ്ണ് കൂനകളൊക്കെ ഇനിയും നീക്കം ചെയ്യാനുള്ളതുണ്ട്. ഇവിടമാണ് അവരുടെ അഡ്ഡ. നമ്മുടെ TTK കൺസ്ട്രക്ഷൻ്റെ സ്ഥലമാണ്. ഹമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈശ്വരം,
ഇതുപോലത്തെ വണ്ടിയൊക്കെ അടി തട്ടൂല ആ ഹമ്പെ കൊണ്ട് കയറുമ്പോൾ. അപ്പോൾ നോക്കിയായിരിക്കും അവർ ചെയ്തേക്കുന്നത്. ഇത് അവരുടെ ഇതാട്ടോ, വെയിങ് മെഷീനാണ്, വെയ് ബ്രിഡ്ജാണ്, വെയ് ബ്രിഡ്ജ്. ഇതോ അവിടെയാണ് നാറോയിൽ ടൗൺ സ്റ്റേഷൻ. ആരാടാ അത്? ആരാ അവിടെ കിടക്കണേ? വണ്ടി റേക്ക് കേട്ടോ. ഗോവ പോയിട്ട് വന്ന റേക്ക് കൊണ്ടുവന്നിട്ടതായിരിക്കും. ടൗൺ സ്റ്റേഷനിലേക്ക് റേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇത് ഒന്നിലാണ് കിടക്കുന്നത്. ഒന്ന് ഡെഡ് എൻഡാണ്, ഒന്നിലാണ് റേക്ക് കിടക്കുന്നത്. നാറോയിൽ ടൗൺ. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ, സെക്കൻഡ് പാർട്ട് വീഡിയോ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് വീഡിയോ ഏകദേശം തീരാറാവുന്നു. പക്ഷേ ഒരു ഹൈലൈറ്റ് സാധനമുണ്ട്, അത് ഞാൻ കാണിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല. ട്രെയിനിൽ ഒരു ദിവസം എനിക്ക് വന്ന് വീഡിയോ എടുക്കണം. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതോ അവിടെ കൂടെ ട്രെയിനിൽ പോകും. അവിടെ ഒരു പാലമുണ്ട്, അവിടെ കൂടെ ആ പാലത്തിനടിയിൽ കൂടെ നമ്മൾ ട്രെയിനിൽ പോകും. അപ്പം നമുക്ക് ഈ സാധനത്തിന് സൈഡ് വ്യൂ കിട്ടും. ഇവിടെ ഒരു പുതിയ പാലം പണിതുകൊണ്ടിരിക്കുക, അതിൻ്റെ സൈഡ് വ്യൂ നമുക്ക് കിട്ടും. കാണണം, എന്നാ രസമാണെന്നറിയോ, അന്യ ഐറ്റമാണ്. ഞാൻ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് എടുക്കാൻ പറ്റുന്ന ദിവസം ഒരു ജൂപ്പിറ്റർ എനിക്ക് ഏതെങ്കിലും ദിവസം എടുക്കാൻ പറ്റിയാൽ ഞാനത് എടുത്ത് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഇടാം. ഇൻസ്റ്റയിലും FBയിലും ഒക്കെയാണ് എൻ്റെ വീഡിയോസ്, ഷോർട്സൊക്കെ വരുന്നത്. ലോങ് വീഡിയോസ് എല്ലാം ഞാൻ യൂട്യൂബിലിടുന്നത്. ഈ വീഡിയോ എൻ്റെ കഴിഞ്ഞ വീഡിയോ തൊട്ട് ഞാൻ റെയിൽവേയുടെ വീഡിയോ ഞാൻ ടൈം കുറച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും എന്നോട് ക്ഷമിക്കുക, എൻ്റെ ഈ വീഡിയോ നല്ല ലെങ്ത് ആയിരിക്കും. നല്ല ലെങ്ത് ഇൻ ദ സെൻസ് ഒരു 40-45 മിനിറ്റ്സ് ഒക്കെ എന്തായാലും കാണും. ചിലപ്പോൾ 1 hour വരെയൊക്കെ പോകാം. ഇതാണ് ആ ഐറ്റം. അടിപൊളിയല്ലേ മക്കളെ? ഇതിൻ്റെ ഒരു പടം എടുക്കാതെ എങ്ങനെ പോവുക? അപ്പോഴത്തേക്കും അല്ല ഉറച്ചേട്ടൻ പോട്ടെ. ഇതിൻ്റെ ഒരു പടം എടുക്കാതെ എങ്ങനെയാ പോവാ? നല്ല അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതായിരുന്നു ഹൈലൈറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സോ തൊട്ടടുത്തൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷൻ എത്തുമ്പോൾ നമ്മൾ വലത്തേക്ക് പോകും. കാരണം നമുക്ക് നാറോയിൽ സിറ്റിയിൽ കയറി നമുക്ക് ആ ബസ്സുകളുടെ എല്ലാം പടം എടുക്കാനുണ്ട്. അതായത് ആ ഹൈദരാബാദ് വണ്ടി വരും, അങ്ങനെ ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. ആ വണ്ടികളുടെ എല്ലാം വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. അപ്പോൾ അതെടുത്തിട്ട് നമ്മളിവിടെ തന്നെ തിരിച്ചും വരും. അത് വേറെ കാര്യം. അപ്പോൾ ക്രെയിം വരട്ടെ. ഇതാണ് കൺസ്ട്രക്ഷൻ. നല്ല രസമുണ്ടല്ലേ? ആർച്ചായിട്ട് എനിക്കൊന്നപ്പോൾ ഇവിടെയും 2 ആർച്ച് ബ്രിഡ്ജായിരിക്കും വരുന്നത്. ആർച്ചായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ആ ക്രെയിനിൻ്റെ ടയർ നോക്കി, ആ ടയർ മൊത്തം ചെളി. അയ്യോ ചേട്ടാ, ടയർ മൊത്തം ചെളിയാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ പിയറുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ പിയറിൻ്റെ പുറത്ത് പാലവും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ സൈഡ് വ്യൂ നമുക്ക് പൊള്ളിയായിട്ട് എടുക്കണം. അത് ട്രെയിൻ ചെയ്യുന്നു, ഇപ്പോഴല്ല ട്രെയിൻ ചെയ്യുന്നു. നോക്കട്ടെ, മറ്റേ പാലത്തെ ചെന്നാൽ ഇതിൻ്റെ ഒരു വ്യൂ കിട്ടും. എന്നാലും അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അത് ഞാൻ മറ്റേ ക്യാമറ ഷൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ
ഇതുവരെ നമ്മുടെ വീഡിയോ ഇത് ഒരു മിനിറ്റ് ഞാൻ കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. കാരണം റോഡ് ഇച്ചിരി അലമ്പ, ചെളിയുണ്ട്, ചെളി നോക്കിപ്പോയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെളിക്കകത്ത് കിടക്കും. പക്ഷേ ഇത്രയും പെട്ടെന്ന് തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഈ സർവീസ് റോഡൊക്കെ കറങ്ങി നാറോയിലൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല ടൈം ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആസ് പെർ പ്ലാൻ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നാറോയിൽ വരെ. അതായത് ഈ വണ്ടികൾ 12:15 നമ്മുടെ നാറോയിൽ നിന്ന്. അപ്പം ആ സമയത്തിന് മുന്നേ എനിക്ക് നാറോയിൽ ബസ് സ്റ്റാൻഡിൽ എത്തണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആഹാരം കഴിച്ചിട്ടില്ല. നമുക്ക് പിന്നെ അതൊക്കെ ശീലമാണ്, ആഹാരം കഴിക്കാതൊക്കെ നമുക്ക് ശീലങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇതാ ഇങ്ങോട്ട് കയറിയിട്ട് നമുക്ക് വീഡിയോനെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ദൂരം നമ്മളൊന്ന് വേറെ റൂട്ട് പോവാണ്. അതായത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ, അത് നാറോയിലൊക്കെ ഓമ്നി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് ആ പാലത്തിൻ്റെ ഒരു വ്യൂ. അപ്പോൾ ആ ഒരു വ്യൂ കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ട അടിപൊളിയല്ലേ സ്ഥലം, സൂപ്പർ വ്യൂ അല്ലേ. അപ്പോൾ ഈ പാലം ഇങ്ങനെ മേൽപ്പാലമായിട്ട് ഇങ്ങനെ അങ്ങ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ടങ്ങ് പോകും. ഇത് ഒരു വഴിയാണ്. ഇത് നമ്മുടെ വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തെ റോഡിലൊക്കെ കയറി ചെല്ലാൻ പറ്റുന്ന ടൈപ്പ് തന്നെ ഒരു വഴിയാണ്. ഉള്ളിലോട്ടുള്ളൊരു റൂട്ടാണിത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന ഏരിയയുടെ അടുത്തായിട്ടൊരു റൗണ്ടാനയുണ്ട്. ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞു. ആ റൗണ്ടാനയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുത്തേരിയിലേക്കൊക്കെ കടന്നു വരും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഈ ഒരു ഭാഗത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ തേർഡ് പാർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മളെ ആ ഹൈദരാബാദ് വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ് കെ.